ഇന്ന് ബി.ജെ.പിയും ആം ആദ്മിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഇ.ഡി. കസ്റ്റഡി ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസാനിക്കുകയാണ്. ഏപ്രിൽ 1 വരെയാണ് ഇ.ഡി. കസ്റ്റഡി കോടതി നീട്ടി നൽകിയിരുന്നത്. ഇന്ന് ഒരുപക്ഷെ കേജ്രിവാളിനെ ഹാജരാക്കിയേക്കും കോടതിയിൽ എന്നാണ് പുറത്തുവരുന്നവർ. അങ്ങനെ ഹാജരാക്കുകയാണെങ്കിൽ കേജ്രിവാളിന് ജാമ്യം ലഭിച്ചാൽ അത് ആഘോഷിക്കാൻ ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും പ്രകടനങ്ങൾക്ക് ആയിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇതൊരു വലിയ പ്രചരണ വിഷയമാക്കി മുൻപോട്ട് പോകാൻ ബി.ജെ.പിയും മുൻപോട്ട് പോകുന്നു. ഏതായാലും 3-ാം തീയതി ഈ കേസിൻ്റെ പുനർവിചാരണ ആരംഭിക്കാനിരിക്കുകയാണ്. ഇന്ന് എല്ലാ കണ്ണുകളും ദില്ലിയിലേക്ക് പോകുന്നത്. ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമോ, കോടതി ജാമ്യം നൽകുമോ എന്നുള്ള വിവിധ ചോദ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമാണ്. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമാണ്. കാരണം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു കേസിൽ ഈ ജാമ്യം നിഷേധിക്കുകയും വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടുകയും ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന കനത്ത ഒരു പ്രഹരമായിരിക്കും. അതല്ല എങ്കിൽ ജാമ്യം കിട്ടിയാൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ വെച്ചുകൊണ്ട് ഒരു ചെറിയ മൂവ്മെൻറ്റ് നടത്താമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.